ഞാൻ നിൻ സവിധേ കൂപ്പുകൈകളുമായെന്നും അണഞ്ഞിടുമ്പോൾ നീ കൃപ എന്നിൽ തൂകണമേ, കൃപ എന്നിൽ തൂകണമേ. സർവജ്ഞാനത്തിനുറവിടമാം ദേവാ നീ. ഈ വർഷത്തെ തനത് പ്രവർത്തനമായി ദ ലിറ്റിൽ ജീനിയസ് എന്ന പ്രോഗ്രാം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ശാസ്ത്രബോധം വളർത്തുന്നതിന്റെ മാർഗങ്ങളിൽ പ്രായോഗിക പഠനം, വ്യക്തിഗത പഠനം, ശാസ്ത്ര ക്ലബ്ബുകൾ, പഠനയാത്രകൾ, പുസ്തകങ്ങളും വേദികളും എന്നിവ ഉൾപ്പെട്ടിരിക്കുന്നു. ഈ ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നേറുന്നത്. അതിൽ ആദ്യത്തെ ഘട്ടമാണ് നമ്മളിവിടെ നിർവഹിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ ഓരോ ഘട്ടത്തിലും 3 പ്രവർത്തനങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പ്രവർത്തനത്തിലെ 3 ഘട്ടങ്ങളായി നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് അവർ സയന്റിസ്റ്റ്, ദ ലൈഫ് സൈക്കിൾ ഓഫ് ഓർഗാനിസംസ്, ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് ലിറ്റിൽ ജീനിയസ് എന്ന പേരില് നമ്മൾ ഈ പ്രോഗ്രാമിന് അറേഞ്ച് ചെയ്തത്. മെയ് മാസത്തില് ഇതിന്റെ ആദ്യത്തെ ഒരു വർക്ക്ഷോപ്പ് അധ്യാപകരെ കൂടി നടത്തി. അതിനുശേഷം സ്കൂൾ തുറക്കുന്ന അന്ന് ഇത് കൃത്യമായി നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റി. നടത്തിയ നമ്മുടെ സ്റ്റാർസ് പ്രീ പ്രൈമറി അടക്കമുള്ള കാര്യങ്ങൾ മികച്ച സഹകരണത്തോടെ പൂർത്തിയാക്കിയ സ്കൂളാണ് നമ്മുടെ GLPS കാക്കശ്ശേരി. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇപ്പൊ ഇന്നത്തെ പരിപാടി ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അതിന്റെ പോസ്റ്റർ എനിക്ക് അയച്ചു തന്നപ്പോ ഞാൻ അതിന്റെ പേര് ആദ്യം ശ്രദ്ധിച്ചു, ദ ലിറ്റിൽ ജീനിയസ്. കഴിഞ്ഞ വർഷത്തെ പരിപാടിയുടെ പേര് വേവ്സ് എന്നായിരുന്നു. ശാസ്ത്രാവബോധമുള്ള ഒരു തലമുറയായിട്ട് വളർന്നു വരേണ്ടതിന്റെ ആവശ്യകത വലിയ തോതിൽ എന്താ പറയുക, നമ്മുടെ സമൂഹം ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കൊച്ചുകുട്ടികൾ വന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. കടന്നു വന്നപ്പോൾ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഞാനത് നോട്ട് ഞാനിങ്ങനെ ചില കാര്യങ്ങൾ കണ്ട നോട്ട് ചെയ്യും. ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് ലീവ്സ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. അതായത് ഇലകള് നമ്മൾ സ്ഥിരം കാണുന്ന പച്ചിലകള് നമുക്കറിയാം. നമ്മുടെ മനസ്സിനെ എപ്പോഴും കുളിർന്നു തരുന്നത് നമ്മുടെ പച്ചപ്പ് തന്നെയാണ്. ഹരിതാപം, പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞ, പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഈ ഹരിത ഭംഗിക്ക് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അപ്പൊ ഈ ഇലകളുടെ ഒരു ഇതിലേക്കാണ് നമ്മളെ കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനടക്കം മനസ്സിലാക്കിയത് ഇത്രയേറെ കാര്യങ്ങള് ഇലകൾ കൊണ്ട് ചെയ്യാം. 10 ഇല നമുക്കറിയാം, കർക്കിടക മാസത്തില് 10 ഇല കഞ്ഞി, 10 ഇല ദശപുഷ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അതിലേക്ക് എന്നെ വളരെ ആകർഷിച്ചത് ഇലകൾ കൊണ്ട് ലീഫ് ആർട്ട്. ഇതൊരു വലിയ കലാ മേഖലയായിട്ട് പോലും മാറ്റാൻ കഴിയുന്നത് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെയും കുട്ടികളെയും പ്രശംസിക്കാതെ. ഇത്രയും സമയം തന്നതിന് ഞാൻ നന്ദി സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ വർഷത്തെ നമ്മുടെ തനത് പരിപാടിയായ ദ ലിറ്റിൽ ജീനിയസ് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ലിറ്റിൽ ജീനിയസ് എന്ന് പറയുന്ന സംഭവം വളരെ നല്ല രീതിയിൽ നമ്മുടെ സ്കൂളിൽ നടത്താൻ കഴിയട്ടെ. അപ്പൊ എന്തായാലും അതിനായിട്ട് നല്ലൊരു ആശംസ ഞാൻ പറയാണ്. അതോടൊപ്പം എല്ലാ കുട്ടികളും നല്ല പ്രവർത്തനങ്ങളോടെ കാഴ്ചവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ കണ്ടിട്ടില്ല, എന്തായാലും കാണും. അപ്പൊ അതിനെല്ലാം നല്ലൊരു ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തും. The story, the life cycle of Molly the mosquito. First of all, introducing the characters. Molly the mosquito, larvae, egg, pupa, fish, frog, human. Welcome to the life cycle of Molly the mosquito. Today we will follow Molly through her amazing journey from nut to adult mosquito. Let's begin. One sunny day, Mama mosquito lays her eggs on the surface of a still pond. Soon the egg hatch and a tiny larvae come out. Molly is now a larvae. She swims around happily in the water, eating tiny plants and insects. I love swimming and munching at tasty snacks, but I have to be careful of predators. Molly has to be very careful to avoid being eaten by fish and frogs. After a few days, Molly
Molly changes into pupa. In this stage, she doesn't eat or move much. She's getting ready for a big transformation. I am changing inside. Soon I will be an adult mosquito. Molly is now an adult mosquito. She flies out of the water and explores the world. But Molly has to find food. She needs to drink blood to get energy. I need to find a human bite. For a mosquito. For a mosquito bite. Molly is now ready to start the life cycle all over again by laying eggs on water, just like her mother. And so the life cycle of Molly the mosquito continues. From egg to larvae, from pupa to adult, the life cycle goes on. Thank you for watching our episode about the mosquito life cycle. Remember, mosquitoes are small but important creatures in our world. Let's take care of our environment to keep the earth balance of nature. Thank you. നമുക്ക് തവളയുടെ ജീവിതചക്രം ഒന്ന് പരിചയപ്പെട്ടാലോ? ലൈഫ് സൈക്കിൾ ഓഫ് എ ഫ്രോഗ്. ആദ്യഘട്ടം മുട്ടകൾ അഥവാ eggs. പെൺതവളകൾ വെള്ളത്തിൽ മുട്ടയിടുന്നു. ശേഷം മുട്ടയ്ക്കുള്ളിലെ എംബ്രിയോ അഥവാ ഭ്രൂണം വളരുന്നു. പിന്നീട് മുട്ട പൊട്ടിച്ച് വാൽമാക്രികളായി അവർ പുറത്തേക്ക് വരുന്നു. ടാഡ്പോൾസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. കണ്ടാൽ മീൻകുഞ്ഞുങ്ങളാണെന്നേ തോന്നും. മീൻകുഞ്ഞുങ്ങളെ പോലെ തന്നെ തലയ്ക്ക് ഇരുവശത്തും ഗിൽസ് അഥവാ ചികിളപ്പൂക്കൾ ഉണ്ടായിരിക്കും. ആദ്യഘട്ടത്തിൽ ഇതുപയോഗിച്ചാണ് വാൽമാക്രികൾ ശ്വസിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇവയ്ക്ക് രണ്ട് പിൻകാലുകൾ മുളയ്ക്കുന്നു. ശേഷം രണ്ട് മുൻകാലുകൾ കൂടി ഉണ്ടാകുന്നു. പിന്നീട് അവയുടെ വാലിന്റെ നീളം കുറയുന്നു. കാലുകൾക്ക് ബലം വയ്ക്കുന്നു. ആദ്യഘട്ടത്തിൽ ശ്വസിക്കാൻ ഉപയോഗിച്ച ഗിൽസ് കൊഴുതു പോകുകയും ശ്വാസകോശം വളരുകയും ചെയ്യുന്നു. അങ്ങനെ ഏകദേശം ഒരു തവളക്കുഞ്ഞിന്റെ രൂപത്തിലാകുന്നു. ഈ ഘട്ടത്തെ ഫ്രോഗ്ലെറ്റ് എന്നാണ് പറയുന്നത്. ഈ ഘട്ടം മുതൽ ഇവയ്ക്ക് കരയിൽ ജീവിക്കാനുള്ള ശേഷി കൈവരുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിലെത്തുന്നു. അഡൽട്ട് ഫ്രോഗ് അഥവാ പൂർണ്ണ വളർച്ചയെത്തിയ തവള. ഇത്തരത്തിൽ തവളയുടെ ജീവിതചക്രത്തിൽ 7 ഘട്ടങ്ങളാണുള്ളത്. There are 7 stages in the life cycle of a frog. They are egg, embryo, tadpole, tadpole with 2 legs, tadpole with 4 legs, froglet, and adult frog. Thank you. There was a little egg on a leaf. Morning a warm sun came up. Plants and trees became happy, and a tiny hungry caterpillar came out of the egg. I am a caterpillar. I am so hungry. I am a caterpillar. I am so hungry. She started to looking for food. She ate apples.
strawberries. But she was still hungry. Then she eat lot of green leaves of the plants. Now, she was not a tiny. She was a big fat caterpillar. I am not tiny. I am big. I am fat. I am not tiny. I am big. I am fat. Then she built a small house called cocoon around herself. She stayed inside more than 2 weeks. At last, she made a hole in the cocoon and came out a butterfly. She came out a cocoon as a beautiful butterfly. She likes flying. She started flying. She was a beautiful butterfly. This is the life cycle of butterfly. Thank you. They undergo a transition known as metamorphosis, which വളരെ ചെറുതാണ്. ഇതിനുണ്ട് ഇതൊക്കെ നീ ഇവിടെ വിശ്രമിക്കും. നിന്നെ ഞാൻ സുരക്ഷിതമായി കാത്തുകൊള്ളാം. നിനക്ക് ആവശ്യമായ പോഷകങ്ങളും ഞാൻ നൽകാം. ചൂടുവെള്ളം ലഭിച്ചപ്പോൾ ഞാൻ മുളച്ചു. പോഷകങ്ങളെടുത്ത് ശക്തിയോടെ വളരും. വളരുകയാണ്. ഇലങ്ങും മുറിഞ്ഞപ്പോൾ ഞാൻ ശക്തനാവുകയാണ്. വളരും. ലോകം നിങ്ങൾക്കായി കാത്തിരിക്കും. ഹായ്, ഞാൻ പൂവണിഞ്ഞു. എന്റെ ഭംഗിയുള്ള പൂക്കളെ നോക്കൂ. ഞാൻ എന്റെ വിത്തുകൾ വിതറി ഒരു ജീവിത ചക്രം ആരംഭിക്കും. ജീവിതം മനോഹരമാണ്. യാത്രയാണ്. Here are a few prominent scientists. Let us have a look at them. Isaac Newton. He was born in United Kingdom in 1643. He discovered gravitation and laws of motion. Newton's third law states that for every action there is an equal and opposite reaction. Thomas Alva Edison, one of the most famous scientists of all the time. He was born in United States in 1847. He invented the first electric bulb in the year 1879. The other inventions are phonograph, motion picture camera, and automatic telegraph. C.V. Raman. His full name is Chandrasekhara Venkata Raman. He was a well-known Indian scientist. C.V. Raman was awarded the Nobel Prize in Physics for discovery of the Raman effect. P.J. Abdul Kalam. He worked in. Today I am introducing an Indian scientist, A.P.J. Abdul Kalam. He worked as a scientist and played a key role in India's missile space program. So he was not a missile man of India. He served as the 11th President of India. His famous book is Wings of Fire. He got highest civilian
He is best known for discovering how to keep milk and other drinks well to drink through a process called the pasteurization, which involves heating the liquid to kill harmful. He created a vaccine for rabies. Einstein. He is best known. I am talking about the genius scientist Albert Einstein. He is best known for his work on the theory of relativity, which includes the famous equation E equals mc square. He got Nobel Prize for his work on the photoelectric effect. The person who makes new inventions. Many scientists gave many important inventions to the world. Scientists are assets of our world. Now we are presenting some of the scientists and their inventions. Let's watch. Charles Babbage. Computer. Alphabet. Wilbur Wright. Orville Wright. Aeroplane. Electric bulb. Thomas Edison. Telephone. Alexander Graham Bell. Radio Marconi. വീടുമുറ്റത്തും തൊടികളിലും വഴിയോരങ്ങളിലും കാണപ്പെടുന്ന 10 സാധുചെടികളാണ് ദശപുഷ്പങ്ങൾ. 10 ചെടികളുടെ കൂട്ടമായതിനാലാണ് ദശപുഷ്പം എന്ന സംസ്കൃത നാമം വന്നത്. എല്ലാവർക്കും അറിയാമല്ലോ ഇത് കർക്കിടക മാസമാണെന്ന്. കർക്കിടകത്തിൽ തോരൻ വെച്ച് കഴിക്കുന്ന 10 ഇലകളാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ സസ്യങ്ങളിൽ പലതും ഔഷധങ്ങൾ നിർമ്മിക്കുന്നതായി ഉപയോഗിക്കുന്നു. ഇത്തരം സസ്യങ്ങളെ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നു. ഇതിലെ ചില ഔഷധ സസ്യങ്ങൾ ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു.
വനത്തിൽ വൈവിധ്യം, ആദിയിൽ വൈവിധ്യം, നിലത്തിൽ വൈവിധ്യം, തത്വത്തിൽ വൈവിധ്യം. ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയ പല വസ്തുക്കളാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ആദ്യം കാണിച്ചത് കൊതുകിന്റെ ജീവചക്രം, പിന്നെ പൂമ്പാറ്റയുടെ, ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോൾ കുട്ടികളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി അനുഭവത്തിലൂടെ അവരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഈ പ്രവർത്തനങ്ങളിലൂടെ നടക്കുന്നത്. അത് കുട്ടികളിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാക്കുന്നതാണ്. ഇവിടെ ലൈഫ് സൈക്കിള് കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാരുടെ ഒരു കഴിവ് അതിൽ കാണിക്കുന്നുണ്ട്. അവർക്ക് ഇംഗ്ലീഷ് പറയാനുള്ള ഒരു കഴിവ് അതിൽ കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ബേബിന്റെ ഒരു പ്രോഗ്രാം മാത്രമേ കാണാത്തുള്ളൂ. അപ്പൊ അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മുടെ എല്ലാ മക്കളും. ഇപ്പൊ സയൻസിനെ കുറിച്ചിട്ട് ഞാൻ പോലും അറിയാത്ത കാണാൻ കുറേ ഇറങ്ങുന്ന അവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ വരുന്ന മക്കൾക്കായാലും ഓരോ അതിന്റെ പ്രത്യേകതകൾ, അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അതെന്തിന്റെ ഇറങ്ങാനുള്ള തിരിച്ചറിവ് ഇപ്പോഴത്തെ മക്കൾക്ക് അതിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എടുക്കുന്നതിനുള്ള ആദ്യഘട്ടമാണ് ഇവിടുന്ന് തുടങ്ങുന്നത്. ഇവര് ഇനി വലിയ ശാസ്ത്രജ്ഞന്മാരായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. എനിക്ക് നന്ദി പറയാനുള്ളത് നമ്മുടെ രക്ഷിതാക്കളോടാണ്. ഈ ഇന്നത്തെ പരിപാടി വിജയിക്കാനായിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ അധ്വാനിച്ചത് നമ്മുടെ രക്ഷിതാക്കളാണ്. ഞങ്ങൾക്ക് എന്നും കരുത്ത് പകർന്നു തന്നിരുന്ന രക്ഷിതാക്കൾ ഇന്നും ഞങ്ങളോടൊപ്പം ഉണ്ട്.